തിരുവനന്തപുരത്ത് നിന്നും GM ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ ബാബു. വാർത്തകളുടെ ഹെഡ്ലൈൻസ് കേൾക്കാം. ചർച്ച് ഓഫ് ഗോഡ് ബംഗളൂർ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സെപ്റ്റംബർ 6 മുതൽ. IPCയിൽ വളർച്ചയില്ലാതെ മുരടിച്ചു കിടക്കുന്ന ഏരിയ മിഷൻ സ്റ്റേഷനുകളെ റദ്ദു ചെയ്യണം. IPC തിരുവനന്തപുരം മേഖലാ സോദരി സമാജ ഭാരവാഹികളെ സ്റ്റേറ്റ് ഭരണസമിതിയുടെ അംഗീകാരം. 77ാമത് PYPA കേരള സ്റ്റേറ്റ് ക്യാമ്പിന് തിരുവനന്തപുരം വേദിയാകും. പാസ്റ്റർ K വർഗീസിന്റെ ഭാര്യ ജാൻസി P മാമൻ 54 വയസ്സ് നിര്യാതയായി. വാർത്തകൾ വിശദമായി കേൾക്കാം. ബംഗളൂരു ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കർണാടക സ്റ്റേറ്റ് ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സെപ്റ്റംബർ 6 മുതൽ 8 വരെ കല്യാൺ നഗർ ബാബു സപാലയ സെന്റ് തോമസ് സെന്ററിൽ നടക്കും. ചർച്ച് ഓഫ് ഗോഡ് കർണാടക സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ EJ ജോൺസൺ ഉദ്ഘാടനം ചെയ്യും. ഡിസ്ട്രിക്ട് പാസ്റ്റർ ജയമോൻ K ബാബു അധ്യക്ഷനായിരിക്കും. ദിവസവും വൈകിട്ട് 6 മുതൽ ഗാനശുശ്രൂഷയും സുവിശേഷ യോഗവും നടക്കും. കൺവെൻഷനിൽ പാസ്റ്റർ ഷാജി യോഹന്നാൻ പത്തനാപുരം മുഖ്യ പ്രാസംഗകനായിരിക്കും. 7-ാം തീയതി ശനി രാവിലെ 10 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെയും കുട്ടികൾ, യുവതി യുവാക്കൾ, കുടുംബസ്ഥർ, ശുശ്രൂഷകർ എന്നിവർക്കായി പ്രത്യേക സെമിനാർ നടക്കും. ഡോക്ടർ ഫാബിൾ വർഗീസ്, ഇവ സിബി മാത്യു, സിസ്റ്റർ ബിന്ദു വിന്നി എന്നിവർ വിവിധ സെഷനുകളിൽ ക്ലാസുകൾ എടുക്കും. ഡിസ്ട്രിക്ട് ക്വയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലുള്ള സഭകളിലെ ശുശ്രൂഷകരും വിശ്വാസികളും പങ്കെടുക്കുന്ന സംയുക്ത ആരാധനയും തിരുവത്താഴ ശുശ്രൂഷയോടും കൂടെ കൺവെൻഷൻ സമാപിക്കും. ഡിസ്ട്രിക്ട് പാസ്റ്റർ ജയമോൻ K ബാബു, സെക്രട്ടറി പാസ്റ്റർ ബ്ലസൻ ജോൺ, ട്രഷറർ ബ്രദർ ജോർജ് മാത്യു എന്നിവർ നേതൃത്വം നൽകും. ഇതര പെന്തക്കോസ്ത് മൂവ്മെന്റുകളെ അപേക്ഷിച്ച് IPC എന്ന സഭ സംഘടനയിലാണ് ഏരിയ എന്ന നാമകരണത്തിൽ പ്രവർത്തന മേഖലകൾ രൂപം കൊള്ളുന്നത്. പണസ്വാധീനവും ആൾസ്വാധീനവും ഉപയോഗപ്പെടുത്തി ഏരിയ പാസ്റ്റർമാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. ഇക്കൂട്ടർ സെന്റർ പാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഏരിയ അനുവദിച്ചു കിട്ടണമെങ്കിൽ കുറഞ്ഞത് 6 പ്രവർത്തനങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ചിലർക്ക് ഇത് ബാധകവുമല്ല. ഏരിയ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സെന്റർ ആക്കണമെങ്കിൽ കുറഞ്ഞത് 15 സഭകൾ വേണം. അതല്ലെങ്കിൽ 300-ലധികം വിശ്വാസികൾ വേണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഏരിയ പാസ്റ്റർ ആയാൽ സ്പോൺസർമാരെ കിട്ടും. മാസാമാസം ലഭിക്കുന്ന തുക ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട. എവിടെ പോയാലും മുൻനിരയിൽ കസേര ജീവിതം സുഖം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പിന്നെ എങ്ങനെ ഏരിയ വളർന്ന സെന്റർ ആകും? ഏരിയ പ്രവർത്തനാനുമതി നൽകുമ്പോൾ സെന്റർ ആക്കി മാറ്റുവാൻ ഒരു നിശ്ചിത കാലാവധി കൂടി കൊടുക്കണം. കാലാവധിക്കുള്ളിൽ സെന്റർ ആക്കുന്നില്ലെങ്കിൽ ഏരിയ തിരിച്ചെടുത്ത് പ്രവർത്തിക്കുവാൻ കഴിവുള്ള മറ്റാർക്കെങ്കിലും നൽകണം. ഏരിയ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു വളർച്ചയുമില്ലാതെ മുരടിച്ച അവസ്ഥയിൽ തുടരുന്ന ഏരിയകൾ എത്രയെത്ര. ഇങ്ങനെയുള്ളവയെ റദ്ദു ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് 22 രാവിലെ 10 മണിക്ക് IPC ഹെബ്രോൺ വട്ടപ്പാറ സഭാ ഹാളിൽ നടന്ന സോദരി സമാജ ജനറൽ ബോഡിയിൽ വെച്ച് തിരുവനന്തപുരം മേഖലാ സോദരി സമാജ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടും പുതിയ ഭരണസമിതി ലിസ്റ്റും IPC സ്റ്റേറ്റ് ഭരണസമിതിക്ക് കൈമാറി. പുതിയ ഭാരവാഹികളായി സിസ്റ്റർ റോസമ്മ ജെയിംസ് മേഖലാ പ്രസിഡന്റായും, സിസ്റ്റർ അന്നാമ മാമൻ കുഞ്ഞുമോൾ, സിസ്റ്റർ ശോശാമ റോയ് എന്നിവർ മേഖലാ വൈസ് പ്രസിഡന്റുമാരായും, സിസ്റ്റർ ഗീത PR ഗീത സണ്ണി മേഖലാ സെക്രട്ടറിയായും, സിസ്റ്റർ ഗ്രേസി മേബൽ R, സിസ്റ്റർ സൂസൻ സക്രിയ എന്നിവർ മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായും, സിസ്റ്റർ പ്രസന്ന S കുമാർ, പ്രസന്ന കുമാരി അമ്മ മേഖലാ ട്രഷററായും, സ്റ്റേറ്റ് പ്രതിനിധികളായി സിസ്റ്റർ ബിന്ദു ക്ലെമൻസ്, സിസ്റ്റർ ജാക്വലിൻ, സിസ്റ്റർ സാലി മോൻസി എന്നിവരെയുമാണ് തിരഞ്ഞെടുത്തത്. 53 സഹോദരിമാർ പ്രതിനിധികളായി പങ്കെടുത്തിരുന്നു. ഇന്ന് 27/8/2024 കുമ്പനാട്ട് കൂടിയ IPC കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരം മേഖലാ സോദരി സമാജം പുതിയ ഭാരവാഹികളെ അംഗീകരിച്ചതായി തീരുമാനമെടുക്കുകയും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. തിരുവനന്തപുരം 77ാമത് PYPA കേരള സ്റ്റേറ്റ് ക്യാമ്പിന് തിരുവനന്തപുരം വേദിയാകും. 2024 ഡിസംബർ 25 മുതൽ 28 വരെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം രാജീവ് ഗാന്ധി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ക്യാമ്പിന്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി 2024 ഓഗസ്റ്റ് 18 നാലാഞ്ചിറ IPC ജയോത്സവം വർഷിപ്പ് സെന്ററിൽ PYPA സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ സെന്റർ ശുശ്രൂഷകന്മാരുടെയും മേഖലാ PYPA ഭാരവാഹികളുടെയും സെന്റർ PYPA ഭാരവാഹികളുടെയും ക്യാമ്പ് കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. IPC ജനറൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും പങ്കെടുത്തു. PYPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവ മോൻസി മാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി ജസ്റ്റിൻ നടുവേലിൽ, ജോയിന്റ് സെക്രട്ടറി ലിജോ സാമുവേൽ, ട്രഷറർ ഷിബിൻ ഗിലയാദ് എന്നിവർ ചർച്ചയിൽ നേതൃത്വം നൽകി. IPC കേരള സ്റ്റേറ്റ് പ്രതിനിധീകരിച്ചു IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ്, സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ,
കൊന്നാനിക്കുന്നത്തിൽ എന്നിവർ സംസാരിച്ചു. 77ാമത് ക്യാമ്പ് തങ്ങളുടെ മേഖലയിൽ നടക്കുന്നത് അഭിമാനകരമായ വസ്തുതയാണെന്നും PYPAയുടെ മുൻ ഭാരവാഹികൾ എന്ന നിലയിലും ക്യാമ്പിനു വേണ്ട എല്ലാവിധ സഹായവും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയിച്ചു. തെങ്ങുംപള്ളി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ ശുശ്രൂഷകനും IPC ആലപ്പുഴ വെസ്റ്റ് ഡിസ്ട്രിക്ട് ഞങ്ങ്യാർകുളങ്ങര സഭാ അംഗവുമായ പാസ്റ്റർ K. വർഗീസിന്റെ ഭാര്യ ജാൻസി P. മാമൻ 54 വയസ്സ് നിര്യാതയായി. കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരി പൂവത്തൂർ കുടുംബാംഗമാണ്. മക്കൾ ജാക്സൺ വർഗീസ്, ജെയ്സൺ വർഗീസ്, മരുമകൾ കൃപ ജാക്സൺ. ഭൗതിക ശരീരം ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഭവനത്തിൽ കൊണ്ടുവരികയും സംസ്കാര ശുശ്രൂഷ ഇന്ന് ബുധനാഴ്ച രാവിലെ 9 മണിക്ക് തെങ്ങുംപള്ളി IPC പ്രയർ സെന്റർ സഭയിലെ ശുശ്രൂഷ അനന്തരം 12 മണിക്ക് വട്ടിയൂർക്കാവ് ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ തിരുവനന്തപുരം പേരൂർക്കട സെന്റർ സെമിത്തേരിയിൽ നടന്നു. വാർത്ത ഷാജി കലയപുരം. വാർത്തകൾ ചുരുക്കത്തിൽ. ചർച്ച് ഓഫ് ഗോഡ് ബാംഗ്ലൂർ സെൻട്രൽ ഡിസ്ട്രിക്ട് കൺവെൻഷൻ സെപ്റ്റംബർ 6 മുതൽ. IPCയിൽ വളർച്ചയില്ലാതെ മുരടിച്ചു കിടക്കുന്ന ഏരിയ മിഷൻ സെന്റർ സ്റ്റേഷനുകളെ റദ്ദു ചെയ്യണം. IPC തിരുവനന്തപുരം മേഖലാ സോദരി സമാജ ഭാരവാഹികളെ സ്റ്റേറ്റ് ഭരണസമിതിയുടെ അംഗീകാരം. 77ാമത് PYPA കേരള സ്റ്റേറ്റ് ക്യാമ്പിന് തിരുവനന്തപുരം വേദിയാകും. പാസ്റ്റർ K. വർഗീസിന്റെ ഭാര്യ ജാൻസി P. മാമൻ 54 വയസ്സ് നിര്യാതയായി. ഇന്നത്തെ രാത്രി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. വീണ്ടും വരാം. നന്ദി.